ماشي شوف خليها طلع من الأوضة. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മക്കത്ത് തന്നെയാണ്. മക്കത്ത് എവിടെയെന്ന് വെച്ചാൽ മുസ്ദലിഫയിലുള്ളത്. ഇതിന് മുന്നുള്ള വീഡിയോസുകൾ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടാണ് ഹാജികൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഡ്രൈവറായിട്ട് വന്നതാണ്. അതായത് ഇവിടുത്തെ ബസ് ഡ്രൈവറായിട്ട് വന്നതാണ്. ഓരോ ദിവസവും നമ്മൾ മക്കത്തെ ഓരോ ഏരിയയിലായിരുന്നു നമുക്ക് ഡ്യൂട്ടി. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളായിട്ടുള്ള മിനയിൽ രാപ്പാർക്ക, മുസ്ദലിഫ, പിന്നെ അറഫയിൽ സംഗമിക്കുക, അതിൻ്റെയൊക്കെ സമയമായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഡ്യൂട്ടി നേരെ എന്താണ് അറഫയിലും മുസ്ദലിഫയിലും മിനിയിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അതായത് ഇവിടെ ഹാജിമാരെയും കൊണ്ട് ഓടാനുള്ള ബസ്സുകളാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പോൾ ഈ കാണുന്നത് ഹാഫില എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബസ്സാണ്. അവിടെ കാണുന്നത് സാപ്റ്റിക്കോ, അതായത് ഇവിടുത്തെ നമ്മളെ നാട്ടിലെ ഗവൺമെൻറ് KSRTC ഓടുന്ന പോലെ ഇവിടെ സൗദി അറേബ്യയിൽ ഓടുന്ന ബസ്സാണ് സാപ്റ്റിക്കോ. ഓല ബസ്സാണ്. പിന്നെ നമ്മുടെ ബസ് നേരെ മുന്നിൽ പച്ച ബസ് റവാഹിയിലവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. പിന്നെയും ഒരുപാട്, അതായത് ഈ സൗദി അറേബ്യയിൽ എത്രയൊക്കെ കമ്പനികളുണ്ട്, എല്ലാ കമ്പനീൻ്റെ ബസ്സും ഇതാ ഈ ഒരു മലൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ട് കാണാം. മല എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ചുറ്റുഭാഗം മലയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കൂപ്പൺ തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് ഇവിടെ എത്തിയത്. ഇന്ന് രാവിലത്തേക്കുള്ള കൂപ്പൺ, ഉച്ചക്കത്തുള്ള കൂപ്പണ് രാത്രി ക്യാൻറ്റീനിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരി നിൽക്കും. അവിടെ കൊടുത്തിട്ട് കൂപ്പൺ കൊടുക്കും, അവിടെ നിന്നൊരു പ്ലേറ്റ് എടുക്കും. എന്നിട്ട് അവരെന്താണോ നമുക്ക് സെർവ് ചെയ്യണം ആ സാധനം വാങ്ങിയിട്ട് അവിടെയുള്ള ടേബിളിൽ പോയിട്ട് ഇരുന്ന് കഴിക്കും. ഇതാണ് ക്യാൻറ്റീന്. ക്യാൻറ്റീനിൽ ഇതേപോലെ ഇങ്ങനെ നടക്കണം. ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ അവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നതുണ്ടോ, അതേപോലെ നിൽക്കണം. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ആ വാരിക്കേടിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ ക്യൂ നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ കൂപ്പണായിട്ട് നേരെ ഇതിലൂടെ നടന്നിട്ട് വരിക, നേരെ ഒരു പ്ലേറ്റ് എടുക്കുക. ഇതാണ് കേട്ടോ രാവിലത്തെ ചായ. ഇത് കണ്ടോ, കടല, ഉപ്പാണ്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിടാം. ഗ്ലാസ് എടുക്കുന്നു, ചായ ഇവിടുന്ന് എടുക്കണം. ആറ് മണിക്ക് ഓപ്പൺ ആക്കിയാണല്ലേ? ആ, തങ്ങളോ എന്താ അവസ്ഥ? കറി കുഴപ്പമില്ല. 2 റൊട്ടി, ഒരു പൂവിൻ്റെ കറി, 2 ജുബന, ജാമ്, ചായ, വെള്ളം, ജ്യൂസ്. വെറുതെ അച്ഛനാക്കി. ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇനി നേരെ ഒന്ന് കൈ കഴുകണം. ഇതൊക്കെ ബാത്റൂമുകളാണ് കേട്ടോ. പൊതുകൊടുക്കൽ, കുളി, കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ്. തുണി തളമാടി, ട്രൗസർ ഇട്ട്. അല്ല ഫുഡ് കഴിച്ചോ? അവിടെ തിരക്കില്ലേ? പോയേക്ക്. ആ
പോയി ചാടിച്ചോളൂടാ, തിരക്കില്ല.